ഹലോ ഹായ്, നികിത റബിലാണ്. ഇപ്പം ഞാൻ കുറച്ച് ഉള്ളി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും പുറത്ത് പോയി ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ്. ചിക്കൻ കറിയും ഒരു വെജിറ്റബിൾ റൈസുമാണ് ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. എൻ്റെ സൗണ്ട് തീരെ ശരിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ചുമയും കോൾഡൊക്കെയാണ്. ചിക്കനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ. പിന്നെ വെള്ളം റെഡിയാക്കുന്നത് ആസ് യൂഷ്വൽ വാവക്ക് ചിക്കൻ ലെഗ് വേണമെന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യലായി വാങ്ങുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം 2 ദിവസമായിട്ട്, അതായത് ഇന്നലെയും ഇന്നത്തെ ദിവസവും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിനി കുറച്ച് ദിവസങ്ങളിലേക്ക് എനിക്ക് ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലോങ് വീഡിയോൻ്റെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കുറച്ച് സാഹചര്യങ്ങൾ അതിന് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഡെയിലി ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അത് പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാതെ വിചാരിക്കുന്നുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ രണ്ടാമത് തിരിച്ചു വരാം. 2 ദിവസമായിട്ട് അപ്പേട്ടൻ നാട്ടിലില്ലായിരുന്നു. നാട്ടിലല്ല, ഇവിടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ല. ഓഫീഷ്യൽ കാര്യത്തിന് വേണ്ടി ബാംഗ്ലൂരേക്ക് പോയതായിരുന്നു. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. അപ്പോൾ വന്നപ്പം ചിക്കനും ഗീ റൈസൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഗീ റൈസ് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വെജിറ്റബിൾ റൈസാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പുറത്ത് പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എഗ്ഗും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇതൊരു ടിഫിൻ ഞങ്ങൾക്ക് പണ്ടെപ്പോഴോ ജാർഖണ്ഡിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയപ്പം അവിടെ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് യൂസ് ഇല്ല, അതുകൊണ്ട് ഞാൻ എഗ്ഗ് അതിലിട്ട് വയ്ക്കാറുണ്ട്. വെജിറ്റബിൾ എന്ന് പറയാൻ ആകെ ഞാൻ ക്യാരറ്റും ബീൻസ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വാവ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ചിക്കൻ ലെഗ് എവിടെയെന്ന് ചോദിച്ചിട്ട് അത് കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. അപ്പം എൻ്റെ അമ്മ ഒരു നല്ലൊരു റൈസ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ക്യാബേജ്, ഇതാണ് മെയിനായിട്ട് അമ്മ ഇടാറ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് ഇല്ലാതെ ഈ രണ്ട് വെജിറ്റബിൾ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പേട്ട പ്രത്യേകം അത് നല്ല ഇഷ്ടമാണ്. പക്ഷെ അതെനിക്ക് ഇവിടെ നിന്ന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ദിവസം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതിന് ഞാൻ വീണ്ടും ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ രാത്രിത്തേക്കാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു ചെറിയൊരു കണ്ടെയ്നർ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് ഒന്നിന് 19 രൂപയുള്ളൂ കേട്ടോ. ഗ്ലാസിൻ്റെയാണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ, ഏലക്കായ്, ജീരകം, അങ്ങനെയുള്ള സ്പൈസസ് അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ അത് കാരണം വാങ്ങിയതാണ്. ഇതും കുപ്പീൻ്റെയാണ്. ഇത് ഞാൻ അച്ചാറിട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം റൈസ് ഉണ്ടാക്കാൻ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ആണ് കേട്ടോ. സൺഫ്ലവർ ഓയിലും ആണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഞാൻ ഓൾറെഡി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ വെജിറ്റബിളും അതിൽ ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബസ്മതി റൈസും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് സോട്ട് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 2 കപ്പാണ് എടുത്തതെങ്കിൽ 4 കപ്പ് വെള്ളം. പക്ഷേ ഞാൻ 4 കപ്പ് വെള്ളം മുഴുവനായിട്ട് എടുക്കില്ല, ഒരു 3.25 കപ്പൊക്കെ വെള്ളം ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിട്ട് അത് അടച്ച് വയ്ക്കുക, ഒരൊറ്റ വിസിൽ വരുത്തിക്കുക, അത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഈ റൈസിൻ്റെ ഒരു പരിപാടി. അത് ഒന്നാമത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഏലക്കായ ഇടുന്നുണ്ട്, ഗ്രാമ്പു ഇടുന്നുണ്ട്, ബേ ലീഫ് ഇടുന്നുണ്ട്. അതെല്ലാം കൂടി ഇതുപോലെ സോട്ട് ചെയ്ത് ഇട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ വാവൻ്റെ ചിക്കൻ ലെഗ് ഒന്ന് വേവിക്കണം. വേവിച്ചതിന് ശേഷം മാത്രമേ ഞാനത് വറുക്കാനിടുള്ളൂ. എന്നാലേ എനിക്ക് ആ ഒരു തൃപ്തി കിട്ടുള്ളൂ. കാരണം അതിന് നല്ല വേവ് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നിൽ ഏലക്കായും ഒന്നിൽ ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട് വെച്ച് അച്ചാർ മറ്റേ ഇതിലേക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടില്ല. അത് ഇനി വീണ്ടും ഒരു ദിവസം പുതിയ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം ഞാൻ ഓൾറെഡി വേറൊരു കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാൻ പോവാണ്. അതേസമയം മറ്റേ അടുപ്പിൽ ചിക്കനും ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് പണികളങ്ങോട്ട് കഴിയുമല്ലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സ്ഥിരമായി കാണുന്നവരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസങ്ങളിലേക്ക് എനിക്ക് ഷോർട്സോ വീഡിയോസോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇനി തീരെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മേ ബി നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഡ്രോപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയിൽ കൂടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ എന്താണോ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ നിങ്ങൾ പറയണം കേട്ടോ. ചിക്കൻ ലെഗ് റെഡി ആയിട്ട് ഞാൻ വാവക്ക് കൊടുത്തിട്ടോ. ഇനിയിപ്പം ചോറ് റെഡി ആയിട്ടുണ്ട്. അത് ഇതിന് മുന്നേ വിസിൽ വന്നിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനത് വാവക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി പാല് കാച്ചാനുണ്ട്. അപ്പം അതും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ ഒരു വെജിറ്റബിൾ റൈസും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രിത്തെ ഡിന്നർ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റവിൽ.